പാലക്കാട് നടന്ന സർജിക്കൽ സ്ട്രൈക്ക് ആർക്കായിരിക്കും ഗുണമുണ്ടാകുക? ഇപ്പോൾ ഏറ്റവും അധികം നമ്മൾ വിശകലനം ചെയ്യേണ്ടതും ആ വിഷയം തന്നെയാണ്. കാരണം അവസാനം ഈ ക്ലൈമാക്സിൽ ഒരു വലിയൊരു ട്വിസ്റ്റ് നടന്നു, വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നു. അതിന് സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് പറയുന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെയാണ് കോൺഗ്രസ് ഭാഗത്തു നിന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് CPM-നെ വെട്ടിലാക്കി ഞെട്ടിപ്പിച്ചുകൊണ്ട് CPM വളരെ ക്ലീൻ ചീട്ടാണെന്നൊക്കെ പറയുകയും വലിയ മിടുക്കനാണെന്നും ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നൊക്കെ പറയുകയും ചെയ്ത് വാഴ്ത്തിക്കൊണ്ടിരുന്ന സന്ദീപ് വാര്യർ പെട്ടെന്ന് CPM-ന്റെ കണ്ണ് വെട്ടിച്ച് CPM-ന്റെ ചാരന്മാരെ പലയിടത്തും നിയോഗിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കൾ സന്ദീപിനെ കാണുന്നുണ്ടോ, വരുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, അങ്ങനെയാണ് ഏതാണെന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി പല പാർട്ടി നേതാക്കളെയും ചുമതലപ്പെടുത്തിയിരുന്നു. അങ്ങനെ ചാരന്മാരെ ചുറ്റിനും വിന്യസിച്ചിരുന്നെങ്കിലും CPM-ന്റെ ചാരന്മാരുടെ കണ്ണിൽപ്പെടാതെ സന്ദീപ് വാര്യർ കൃത്യമായിട്ടും കോൺഗ്രസിന്റെ വേദിയിൽ ചെന്നിരുന്ന് കാവിഷാള് ഊരി ദൂരെ എറിഞ്ഞിട്ട് ത്രിവർണ്ണ ഷാള് അണിയുകയും ചെയ്തു. ഇതിനാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഈ സർജിക്കൽ സ്ട്രൈക്ക് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പ് കാലത്തിൽ സന്ദീപിനോട് അവസാനം ഒന്ന് പറഞ്ഞത്, നിങ്ങളെ ഞങ്ങൾക്ക് വേണം, പക്ഷെ നിങ്ങൾ വരുന്നെങ്കിൽ ഇപ്പോൾ വരണം. അതായത് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഒരു സമയത്ത്, ഈ ഒരു മുഹൂർത്തത്തിൽ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രം മതി നിങ്ങൾ ഞങ്ങളുടെ കോൺഗ്രസിലേക്ക് എത്തേണ്ടത്. അത് ഞങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് സന്ദീപിന് പിന്നെ വേറെ വഴിയില്ല. കാരണം CPM-ലോട്ട് പോകുന്നതിനേക്കാളും നല്ലത് മിണ്ടാതെ വീട്ടിയിരിക്കുന്നതാണെന്ന് പലരും അയാളോട് ഉപദേശിച്ചു. മാത്രമല്ല ഈ ഗോവിന്ദൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ്, അവരുടെ അധ്യാപക സംഘടനയുടെ നേതാവ്, ഈ സന്ദീപ് വാര്യരുടെ വീടുമായിട്ട് അത്ര അടുപ്പമുള്ളൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത്, ഈ ജയകൃഷ്ണൻ മാഷെ കുട്ടികളുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്ന ഈ ക്രൂരന്മാരായ CPM-ന്റെ കൂടെ പോണോ സന്ദീപ് എന്ന് ചോദിച്ചും കൂടെ ആയപ്പോൾ സന്ദീപ് ആകെ ഉത്തരം വിട്ടി. ശരി എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് ആ മുഹൂർത്തത്തിൽ സന്ദീപ് കോൺഗ്രസിലെത്തിയതാണ്. ആ കോൺഗ്രസിലെത്തിയത് കോൺഗ്രസിന് ഒരു പുതുജീവൻ വന്നിരിക്കുന്നു എന്നാണ് കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്നത്. പക്ഷേ സംഭവം അങ്ങനെയാണോ? പുതുജീവനം കിട്ടുമോ? കോൺഗ്രസിന് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് വോട്ടുകൾ എന്തെങ്കിലും കിട്ടുമോ? സന്ദീപ് വാര്യരോടൊപ്പം എത്ര പേര് കോൺഗ്രസിൽ എത്തിയിട്ടുണ്ട്? സന്ദീപ് വാര്യർക്ക് എത്ര വോട്ട് കോൺഗ്രസിൽ കൊണ്ടുവരാൻ കഴിയും? ഈ സൈബർ ഇടത്ത് സന്ദീപ് വാര്യരെ സ്നേഹിക്കുന്ന ഒരു 3 ലക്ഷത്തിലധികം പേരുണ്ടെങ്കിൽ പോലും ഈ 3 ലക്ഷത്തിലധികം പേരിലുള്ളവരിപ്പം മൊത്തം സന്ദീപ് വാര്യരെ എതിർത്തുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം ഇതിൽ പോയതാണ്. മാത്രമല്ല അദ്ദേഹം പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് നേരെ പാണക്കാട് തങ്ങളടുത്ത് പോയി അനുഗ്രഹം വാങ്ങിയതും കൂടി ആയപ്പോൾ BJP കേന്ദ്രങ്ങൾ ഒന്ന് ഉണർന്നിരിക്കുകയാണ്. BJP-കാർ പറയുന്നത് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത് അതിൻ്റെ 110% ഗുണം ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ പ്രവർത്തകർ ഇതായിരിക്കുന്നു. യഥാർത്ഥത്തിൽ സംഭവം അതാണ്. പലരും കൃഷ്ണകുമാറിനോടുള്ള വിഭാഗീയത കൊണ്ട് ശോഭാ സുരേന്ദ്രൻ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന പലരും, ശോഭാ സുരേന്ദ്രൻ്റെ കൂടൊപ്പം നിന്ന പലരും, കൃഷ്ണകുമാറിന് വേണ്ടി പ്രവർത്തിക്കാതെ മാറുന്ന പലരും ഇപ്പോൾ എല്ലാം മറന്ന് BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, കൃഷ്ണകുമാറിന് പ്രവർത്തിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കാണുന്നത്. അത് പലരും, ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ശരീരവും മനസ്സും മറന്ന് കൃഷ്ണകുമാറിനോട് നിൽക്കുകയാണ്. 24 മണിക്കൂറും പാലക്കാട്ട് തന്നെ ശക്തമായിട്ട് നിൽക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. കുറച്ചും കൂടി സന്ദീപ് വാര്യർ പോയപ്പോൾ സന്ദീപ് വാര്യരോടൊപ്പം ശോഭാ സുരേന്ദ്രൻ പോകുമെന്നുള്ള ഒരു ധാരണയൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ അതല്ല കാണിച്ചത്. BJP-യിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടുന്നതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ശക്തമായ പ്രവർത്തനം നടത്തുകയും ചെയ്തു. ഇതും കൂടെ ആയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു മഹിളാ മോർച്ചയുടെ ഒരു വലിയ പ്രകടനം തന്നെ, വലിയൊരു പ്രകടനം തന്നെ, വലിയൊരു മാർച്ച് തന്നെ അവിടെ നടന്നു. അതും കൂടെ കാണുമ്പോൾ കൃഷ്ണകുമാറിൻ്റെ ക്യാമ്പുകൾ ശക്തമായി ഉണർന്നിരിക്കുന്നു എന്നാണ് കാണുന്നത്. കൃഷ്ണകുമാറിൻ്റെ ക്യാമ്പുകൾക്ക് BJP ക്യാമ്പിന് ഇപ്പോൾ കൂടുതൽ ഗുണം ചെയ്യുമെന്ന് പറയുന്നു. സന്ദീപ് വാര്യർ പാണക്കാട് തങ്ങളെ കാണാൻ പോയതും ഞങ്ങൾക്ക് അനുഗ്രഹമായി, ഞങ്ങളുടെ അണികളിൽ കൂടുതൽ ആവേശമുണ്ടാക്കി. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വച്ചിരുന്ന ചില ആൾക്കാരെങ്കിലും BJP ഭാഗത്തുള്ള പലരും ഇപ്പോൾ തിരിച്ച് ഇവൻ അങ്ങനെ വന്നിട്ട് ഇവൻ്റെ വിജയമായിട്ട്, ഈ സന്ദീപിൻ്റെ വിജയമായിട്ട് മാറണ്ട, ഈ മാങ്കൂട്ടത്തിൽ ജയിച്ചാൽ അങ്ങനെ അവൻ അവിടെ വലിയ നേതാവാണ്ട എന്ന് പറഞ്ഞിട്ട് മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്ന BJP അനുഭാവികൾ പോലും ഇപ്പോൾ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യുമെന്നുള്ള അവസ്ഥ
വന്നിരിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ ക്യാമ്പ് ഇപ്പോൾ വളരെ ഉണർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് ഞങ്ങൾ അവസാനം നടത്തിയ സ്ട്രൈക്ക് പിന്നെ ഈ സർജിക്കൽ സ്ട്രൈക്ക് ഞാൻ ഗുണം ചെയ്യുമെന്നും പറയുന്നു. പക്ഷേ ഇപ്പുറത്ത് LDF ക്യാമ്പ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് LDF ആയതുകൊണ്ട് CPM ആയതുകൊണ്ടാണ്. പക്ഷേ അവസാന നിമിഷം സരിൻ കൊണ്ടുവന്ന് നടത്തിയ ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനം പോലും അദ്ദേഹം പിന്നെ കലക്കി കൊടുത്തിട്ടാണ് പോയത്. പിന്നെ മാധ്യമങ്ങളെ ചീത്ത വിളിക്കാനും ഇയാളെ ഇരിക്കുമ്പോൾ തന്നെ ഭാര്യ വാർത്താ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തത് വലിയ ദോഷമാണ് LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ചലനമാണ് ഉണ്ടാക്കിയത്. എന്തായാലും സന്ദീപിന്റെ ഈ സ്ട്രൈക്ക് സന്ദീപ് പോയതും പിന്നെ ഇപ്പോൾ പിന്നെ അവസാനം പിണറായി വിജയൻ ഈ തങ്ങൾക്കെതിരായിട്ട് സംസാരിച്ചതിൻ്റെ ഉള്ളുകള്ളി എന്താണെന്ന് BJP നേതൃത്വത്തിനും BJP അണികൾക്കും വോട്ടർമാർക്കും ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ഒരു പിന്നെ ഞങ്ങളെ വ്യാമോഹിപ്പിച്ച് ഞങ്ങളുടെ വോട്ട് നേടാൻ വരണ്ട പിണറായി വിജയൻ എന്ന തരത്തിലുള്ള ഇതുകൊണ്ട്. കാരണം ഈ സർക്കാർ വിരുദ്ധ വോട്ടുകളൊന്നും വീഴരുത് എന്നുള്ള ആഗ്രഹത്തിലാണ് ഇത്തരത്തിലൊരു കളി. ഇപ്പോൾ അവസാനം പിണറായി വിജയൻ പിന്നെ പാണക്കാട് തങ്ങളെ ഒന്ന് ചൊറിഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയത് അത് BJPക്കാരെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് BJP ക്യാമ്പുകൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ സർജിക്കൽ സ്ട്രൈക്ക് BJP ക്യാമ്പുകൾക്ക് വളരെ ഉണർവുണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവർ പൂർണ്ണമായിട്ടും വളരെ സന്തോഷത്തിലാണ്. എന്നാൽ കോൺഗ്രസും ആ സന്തോഷത്തിൽ നിന്നും ഒട്ടും പിറകിലുമല്ല.